എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണുന്നവരിൽ 90% ആൾക്കാരും ഇങ്ങനൊരു ലെറ്റർ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാവും. നിങ്ങളിൽ പലരും ദീർഘനാളായിട്ട് PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാവാം. ആരാണെങ്കിലും നമ്മളെ ഈ ഒരു വിജയത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് എത്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പലരുടെയും സ്റ്റാറ്റസ് നമ്മൾ കാണാറില്ല, ഇങ്ങനത്തെ അഡ്വൈസ് ലെറ്റർ വരുന്നത്, പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ്മാൻ നമ്മുടെ കയ്യിൽ തരുന്നത്, അത് പൊട്ടിക്കുന്നത്, വീട്ടുകാരുടെ സന്തോഷം, ഇതൊക്കെ ഭയങ്കര നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമ്മളൊരു PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ വരുന്ന ദിവാസ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കില്ലേ പഠിക്കുമ്പോഴൊക്കെ, അതിലെ ഒരു മെയിൻ ഫാക്ടറാണ് ഈ ഒരു സംഭവം. നിങ്ങളങ്ങനെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഒരിക്കലും ആ സ്വപ്നത്തെ ഉപേക്ഷിക്കരുത്, നെഞ്ചോട് ചേർത്ത് വെക്കുക. ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇങ്ങനൊരു നിമിഷം നിങ്ങൾക്കും എത്തും. എനിക്കെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും എത്താൻ കഴിയും. കാരണം ഞാൻ ഒരുപാട് പഠിപ്പിച്ചിട്ടോ അങ്ങനെയൊന്നുമുള്ള ആളൊന്നുമല്ല, ഒത്തിരി നേരെ ഇരുന്ന് പഠിച്ച് അങ്ങനെ ഒരാളും അല്ല. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നേടിയ വിജയം മാത്രമാണ്. നിങ്ങൾ പരീക്ഷ ഏതാണെങ്കിലും ഇരിക്കട്ടെ, അതായത് നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ LDCയോ അതല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറോ ഏത് PSC ആണെങ്കിലും, നിങ്ങൾ വീട്ടമ്മയാവാം, ജോലിയുള്ളവരാവാം, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തവരാവാം, ആരാണെങ്കിൽ തന്നെയും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു 3 മാസമേ ഉള്ളൂ എന്ന് കരുതുക. എങ്കിൽ പോലും നന്നായിട്ട് പഠിക്കുക. പലപ്പോഴും പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, 6 മണിക്കൂർ പഠിച്ചാൽ മതിയോ, 7 മണിക്കൂർ പഠിച്ചാൽ മതിയോ? അതിലൊന്നും ഒരു കാര്യമില്ല. പരീക്ഷ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചു എന്ന് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ 1 വർഷമായിട്ട് PSCക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്യാം. ഡെയിലി 4 മണിക്കൂർ പഠിക്കണം എന്നുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. പരീക്ഷ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ മണിക്കൂർ വെച്ചിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യരുത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ നിമിഷവും പഠിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക. അതായത് ഓരോ മിനിറ്റിലും, അതായത് എത്ര സമയം എനിക്ക് കിട്ടുമോ അത്രയും സമയം ഞാൻ പഠിക്കും. ഓക്കെ, എനിക്ക് ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, അതിൽ ഞാനൊരു 5 മണിക്കൂർ ഉറങ്ങും. ബാക്കി സമയത്ത് എനിക്ക് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിന് ഇടവേള സമയത്തിലാണെങ്കിലും, വീട്ടിൽ ജോലിയാണെങ്കിലും, വീട്ടു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും എപ്പോഴൊക്കെ എനിക്ക് സമയം കിട്ടുന്നു, ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, ആ 5 മിനിറ്റിലെങ്കിലും ഞാൻ എന്തെങ്കിലും വായിച്ചിരിക്കും എന്നുള്ളൊരു വാശിയാണ് വരേണ്ടത്. അങ്ങനെ എപ്പോഴും പഠിത്തം എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ പഠിത്തം കൊണ്ട് പഠിക്കുമല്ലോ. ആ ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസത്തെ കാര്യമാണ് ഈ പറയുന്നത്. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ പുസ്തകപ്പുഴു ആവുന്നു എന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇങ്ങനെ മനസ്സിലേക്ക് പഠിത്തം എന്നൊരു ചിന്ത മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാവില്ല. അതായത് ഒരു കാര്യം നമുക്ക് മാറ്റി വയ്ക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് പോകാനോ കല്യാണത്തിന് പോകാനോ ഷോപ്പിങ്ങിന് പോകാനോ ഒന്നും തോന്നത്തില്ല. നമുക്ക് എപ്പോഴും പഠിക്കണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരും. ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സമയമാണല്ലോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, ആ സമയത്ത് പഠിക്കാം എന്ന് കരുതും. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കയറി വന്നിട്ട് നമുക്കത് പഠിക്കാൻ പറ്റാതെയോ, ഒന്നില്ല നമ്മൾ റീൽസ് കണ്ടിട്ട് നമ്മുടെ സമയം പോയേക്കാം. പക്ഷേ കിട്ടുന്ന അത്രയും സമയം 5 മിനിറ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് എത്ര ആയിക്കോട്ടെ, ആ സമയത്ത് ഞാൻ പഠിക്കും എന്നുള്ള ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോയാലും പെട്ടെന്ന് വന്ന് നിങ്ങൾ വീണ്ടും ടെക്സ്റ്റ് എടുത്ത് നോക്കും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യാൻ തോന്നും. ആ ഒരു പഠനത്തിൻ്റെ ട്രാക്കിലോട്ട് കയറുന്നത് അങ്ങനെയാണ്. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കോൺഫിഡൻസ് തകർന്നു പോകരുത്. പഠനത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും പഠിക്കാനായിട്ട്. പക്ഷെ പിന്നെ നമുക്കിത് കിട്ടുമോ, ഒരുപാട് പേര് പഠിക്കുന്നുണ്ടല്ലോ, എനിക്കിത് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പല കൺഫ്യൂഷൻസ് വരും. നിങ്ങൾ ആലോചിക്കുക, ഈ പഠിക്കുന്ന 100 പേര് ഇപ്പോൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 30,000 പേര് പഠിക്കുന്നുണ്ടെങ്കിലും അതിൽ 99% ആൾക്കാരും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവരൊക്കെ ഒരുപാട് പഠിച്ചു കാണും, എനിക്ക് കിട്ടുമോ. ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക്, ഒരു 1% ആൾക്കാർക്ക് മാത്രമേ ഈ ടെൻഷൻ ഇല്ലാതിരിക്കത്തുള്ളൂ, ഞാൻ എന്തായാലും പഠിച്ച് കയറും എന്നുള്ള രീതിയിലായിരിക്കും അവർ പഠിക്കുന്നത്. നിങ്ങൾ ആ ഒരു ശതമാനത്തിലാണ് നിങ്ങൾ എത്തേണ്ടത്. ആരൊക്കെ എങ്ങനെയൊക്കെ പഠിച്ചാലും ഞാനും പഠിക്കും, ഞാനും ലിസ്റ്റിൽ വരും, ഞാൻ ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ തന്നെ കയറും എന്നുള്ള കോൺഫിഡൻസ് എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ആലോചിക്കാൻ പോകുകയേ വേണ്ട. മറ്റുള്ളവരും ഇങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇങ്ങനെ കോൺഫിഡൻസ് കളയുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. പരീക്ഷയുടെ അന്ന് വരെ പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളെപ്പോലെയുള്ളൂ മറ്റുള്ളവരും. എല്ലാ മനുഷ്യർക്കും ഒരേ ബ്രെയിനാണുള്ളത്, അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ നിങ്ങൾ എത്ര മാക്സിമം നന്നായിട്ട് പഠിക്കുന്നോ അത്രയും നിങ്ങൾ ടോപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ചില കുട്ടികൾ വിചാരിക്കുന്നത് ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഇത്രയും സമയത്തിനുള്ളിൽ എങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റും, നടക്കില്ല എന്നിങ്ങനെ വിചാരിക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 1 മാസമേ മുമ്പേ കാണുള്ളൂ, എന്നാലും വേണ്ടില്ല, നിങ്ങളെയും കൊണ്ട് ആവുന്ന പഠിക്കുക. നേരത്തെ തൊട്ടേ പഠിച്ചു തുടങ്ങിയ ആൾക്കാർ എല്ലാം ഒന്നും കംപ്ലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉഴപ്പും.
പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മളൊരു വലിയൊരു പഠിത്തം പഠിക്കും അല്ലേ. ഉദാഹരണമായിട്ട് നമുക്ക് എക്സാമിന് ഒരു 2 മാസം ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യും? ഈ 2 മാസം പതിയെ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് നമ്മൾ തകർത്ത് പഠിക്കില്ലേ? ഇപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമോ അല്ലെങ്കിൽ +2 എക്സാമോ എന്താണെങ്കിലും നിങ്ങൾ തലേന്ന് എന്ത് ചെയ്യും? ആ ഒരു ഫുൾ ഡേ കംപ്ലീറ്റ്, ചില ആൾക്കാർ ഉറങ്ങത്തു പോലുമില്ല, ഉറങ്ങാതിരുന്ന് കംപ്ലീറ്റ് പഠിക്കുക അല്ലേ. ഇനി എക്സാമിന് കയറുന്നതിന് മുമ്പ് പരീക്ഷാ ഹാളിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട്സൊക്കെ ഡിസ്കസ് ചെയ്ത് അതും കൂടെ കേട്ട് പഠിച്ചിട്ടില്ലേ നമ്മൾ കയറുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഉണ്ടാവില്ല. നമുക്ക് സോഷ്യൽ മീഡിയാസോ മറ്റ് ഇഷ്യൂസോ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും സമയം കഴിഞ്ഞു പോയി എന്ന് കരുതരുത്. ഉള്ള സമയം മാക്സിമം സ്പീഡിൽ ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം MCQs ചെയ്യുക. അത് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് കിട്ടും. മാക്സിമം കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ച് റെഫർ ചെയ്ത് പഠിക്കുക. ഇങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അതിന് ഒരു 6-7 മാസമൊന്നും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എക്സാം എടുക്കുകയാണെങ്കിൽ ഒരു 3 മാസമെങ്കിലും നിങ്ങൾ മാക്സിമം ആക്റ്റീവ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക്